എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ഓരോ സ്ത്രീകളും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഒരിതുമില്ല. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഒട്ടും മോശമല്ല. പക്ഷേ ഇവിടെ ഞാനിത് സംസാരിക്കാനുണ്ടായ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വൈറലായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ഒരു ലേഡി, അവരുടെ പേര് കിറ്റി എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, ഹസ്ബൻഡെന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്കാരത്തിയുടെ ഭർത്താവിനെയും 2 കുട്ടികളെയും, അതായത് ഇവർക്ക് 2 കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും. ഈ 2 കുഞ്ഞുങ്ങളെയും അവർ ഭർത്താവിൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു താമസിക്കുന്നത്. പുള്ളിക്കാരത്തി അഖിലെന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരു യുവാവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. പുള്ളിക്കാരനാണെങ്കിലോ US ജോലിക്കും പോയി. അതിനുശേഷം പുള്ളിക്കാരത്തി അയാളുടെ വീട്ടിൽ അയാളുടെ അച്ഛന് ക്യാൻസറിൻ്റെയൊക്കെ രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പരിചരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവെന്നൊന്നും പറയാൻ പറ്റില്ല, ലിവ് ഇൻ ടുഗദർ സെറ്റപ്പ്. അപ്പോൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് പുള്ളിക്കാരൻ USA തിരിച്ചു പോയി. അങ്ങനെ വിദേശത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീട്ടിലുള്ളവർക്കൊക്കെ ഇവരോട് ഒരു താല്പര്യക്കുറവൊക്കെ തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ അമേരിക്കക്കാരനാണല്ലോ. ഈ സ്ത്രീക്കാണെങ്കിൽ ഭർത്താവുണ്ട്, ഭർത്താവും 2 കുട്ടികളും ഉണ്ട്, പിന്നെ ഒരു അമ്മയും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഈ പെൺമക്കളാണ് ഉള്ളത്. ആ പെൺമക്കൾ ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടുമില്ല. ഈ പുള്ളിക്കാരൻ്റെ കൂടെയാണ് ഈ പുള്ളിക്കാരത്തി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സ്ത്രീ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, അവരെ ആ ഒരു വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച ഹസ്ബൻഡെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പുള്ളിക്കാരന് ഇപ്പോൾ ഈ ഇടയായിട്ട് അവരോട് താല്പര്യം കുറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുമാത്രമല്ല, ഭർത്താവിൻ്റെ അമ്മയൊക്കെയാണ് അതിനുള്ള ഉത്തരവാദി എന്നും പറയുന്നു. കാരണം ഇപ്പോൾ മകനെ അവർക്ക് വേറെ വിവാഹം കഴിപ്പിച്ച് വിടാനുള്ള താല്പര്യമാണുള്ളത്. ഈ ഒരു സ്ത്രീയോട് അവർക്കിപ്പോൾ യാതൊരുവിധ താല്പര്യവും ഇല്ലെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് അവിടെ ഒരു വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നടന്നു. പിന്നെ അത് വഴക്കൊക്കെ നടന്ന സമയത്ത് ഈ സ്ത്രീ അമ്മായിയമ്മയെയും ഇവരുമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്ത് വീഡിയോ എടുത്ത് അവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ അത് നമ്മളിവിടെ കാണിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം എന്ന് പറഞ്ഞാൽ, ഈ അമ്മായിയമ്മ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തത് പ്രകാരം ഈ ഒരു സ്ത്രീയെ, ഈ ഒരു കിറ്റെന്ന് പറയുന്ന സ്ത്രീയെ അവിടെ വിളിപ്പിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഇവർക്കാണെങ്കിൽ ശരിക്കും വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് വരണം, അതൊന്നും പുള്ളിക്കാരത്തിക്ക് അറിയില്ല. അപ്പോൾ പുള്ളിക്കാരത്തി അതേക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഫ്രണ്ട്സ്, എനിക്ക് ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല. ഞാൻ സ്റ്റേഷനിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കുറവലങ്ങാടേക്ക് പറഞ്ഞു. അവരെന്നെ കൊണ്ടുപോകാതെ പോയത്. എനിക്കിവിടെ വഴിയൊന്നും അറിയാൻ പാടില്ല, എങ്ങനെ പോകേണ്ടതെന്നുള്ളതൊന്നും. ഞാൻ ഇപ്പൊ കളത്തൂർ പള്ളിയുടെ അതിൽ കൂടി നടക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴാണ് ബസ് വന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ പറഞ്ഞു എന്റെ പൈസ ഒന്നുമില്ല വരാനും സാറിനോട് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ട് എനിക്ക് എപ്പോഴാണ് ബസ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. എന്റെ അമ്മ മാത്രമേ കൊള്ളു. വേറെ അതെങ്ങനെ ചെയ്തിട്ട് ആരില്ലാത്ത. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഈ ഒരു സ്ത്രീയെ അവിടെ അമ്മായിയമ്മയൊന്നും കൊണ്ടുപോയില്ലെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്ത് വാടെ, അവർ കേസ് കൊടുത്തിട്ട് അവരെങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുക? അതെങ്ങനെ സാധിക്കും? അപ്പോൾ അതുമാത്രമല്ല, ഈ ഒരു സ്ത്രീയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീ എന്താ കരുതിയിരിക്കുന്നത്? ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇവരൊരുപാട് സ്നേഹിച്ചു പോയത്രേ. ഈ പറയുന്ന അഖിലെന്ന് പറയുന്ന യുവാവിനെ ഇവരൊരുപാട് സ്നേഹിച്ചു പോയത്രേ. അതുകൊണ്ട് തന്നെ ഇവർ വേണമെങ്കിൽ ഒഴിവായി കൊടുക്കാം. ഈ പുള്ളിക്കാരൻ്റെ പേരിൽ ഇവർ കേസ് കൊടുക്കില്ല, ഒന്നിനും പോവില്ല എന്നൊക്കെ പറയുന്നു. റോഡിൽ കൂടെ അവർ അതൊക്കെ പറയാനായിട്ട് വരുന്നൊരു പ്രഹസനമുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. സ്റ്റേഷനിലാണ് ഞാൻ അഖിലിനെതിരെ കേസ് കൊടുക്കണില്ലല്ലോ. അയാൾ അമേരിക്ക പോയി രക്ഷപ്പെട്ടോട്ടെ. പാവം, അവൻ വീടൊന്നുമില്ല, വാടക എടുക്കുന്നതാണ്. ഞാനൊരു കാലത്ത് സ്നേഹിച്ചിട്ടുള്ളതാണ്. 2019 സ്നേഹിച്ചതാണ്. എന്നിട്ട് പൊട്ടെ, എനിക്ക് കുഴപ്പമില്ല, കേസ് ഞാൻ കൊടുക്കണില്ല. എനിക്ക് അവൻ അത്ര ഇഷ്ടമാണ്. ഇപ്പോഴും എന്റെ മക്കളെക്കാൾ കൂടുതൽ അവനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. വിട്ടുപോളിൽ എനിക്ക് സങ്കടമുണ്ട്. അവനെതിരെ കേസ് ചെയ്യില്ല.
ഞാൻ സ്നേഹിച്ചതിന് വില ഉണ്ടാവില്ല. എനിക്ക് അവന്റെ പണം അവന്റെ നാശം കാണണ്ട. അവൻ സുഖമായിട്ട് ജീവിച്ചോട്ടെ. അവന്റെ അപ്പയും അച്ഛനും എല്ലാം ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. അച്ഛൻ എനിക്ക് ഇതിന്റെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാ. എന്റെ പൈസ മാത്രമല്ല, എനിക്ക് ഭയങ്കര ജീവനാണ്. നടവഴിയാണ്, റോഡാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ട് മൊബൈൽ ക്യാമറയിൽ നോക്കി കരഞ്ഞ് വിളിച്ച് നടന്ന് സംസാരിച്ച് വന്നിട്ട് അതും എടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഈ സ്ത്രീക്ക് ഒട്ടും നാണവും ഇല്ലേ? എനിക്കതാണ് ഇവിടെ ചോദിക്കാനുള്ളത്. കാരണം ഈ ഒരു സ്ത്രീക്ക് നാണവും ഇല്ല, മാനവും ഇല്ല. അങ്ങനെ നാണവും മാനവും ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു ഭർത്താവും ഇത്രയും വലുതായ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുള്ള ഈ ഒരു സ്ത്രീ പിന്നീട് മറ്റൊരു പുരുഷൻ്റെ വീട്ടിൽ പോയി ലിവ് ഇൻ ടുഗദർ സെറ്റപ്പിൽ താമസിക്കുമായിരുന്നു. അതെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് ഒട്ടും നാണവും മാനവും ഇല്ലാഞ്ഞിട്ടാണ് അവരിങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ആ ഒരു യുവാവ് ഇവരെ സ്വീകരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലുള്ള അയാളുടെ അമ്മയും അച്ഛനും അടങ്ങുന്ന കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇവരൊരു ബാധ്യതയാണ് എന്ന് ഇവരിപ്പോൾ പറഞ്ഞ് കരയുന്നു. ആദ്യം ഓർക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവെന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. അതിനുശേഷം അന്തസ്സായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുക. അല്ലാണ്ട് വിവാഹം കഴിക്കാതെ ഏതെങ്കിലും ഒരു കോന്തൻ്റെ വീട്ടിൽ പോയി താമസിച്ച് കഴിഞ്ഞാൽ കറിയിലിട്ട കറിവേപ്പില പോലെ തൂത്തെറിയുമ്പോൾ പോവേണ്ടി വരും. പിന്നീടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീയോട് യാതൊരു തരത്തിലുള്ള ദയവും എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ കരച്ചിൽ കണ്ടപ്പോൾ സത്യം പറയാലോ ചിരിയാണ് വന്നത്. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ചങ്ക് പൊട്ടി കരയുന്നത് കാണുമ്പോൾ ചിരിക്കാൻ തോന്നുന്നത്. ശരിക്കും ഇവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് എൻ്റെ മക്കളെക്കാൾ കൂടുതൽ ഞാൻ അഖിലിനെയാണ് സ്നേഹിച്ചിട്ടുള്ളതെന്ന്. എന്തുവാടേ ഇത്? 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന ഇത്രയും വലുതായ, അതും പെൺകുട്ടികൾ, ആ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ഏതോ ഒരുത്തരെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു സ്ത്രീക്ക് എത്ര ഉളുപ്പുണ്ട്! നാണമുണ്ടോ? നാണമുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? ഇത് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് ഛർദ്ദിച്ച് വെക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ കുട്ടികൾ വരെ കാണുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് നാണക്കേടല്ലേ? അതായത് ആ കുട്ടികളുടെ കൂട്ടുകാരൊക്കെ ആ കുട്ടികളെ നിങ്ങളുടെ പേര് പറഞ്ഞ് കളിയാക്കില്ലേ? ഇത്തിരിയെങ്കിലും ഉളുപ്പും ബോധമുണ്ടോ നിങ്ങൾക്ക്? അതും ഒരു കണ്ടൻ്റായി. അതൊക്കെയാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. വൈറലാവണം, എങ്ങനെയെങ്കിലും വൈറലാവണം. എന്നിട്ട് പട്ടി മൂങ്ങുന്ന കണക്ക് കിടന്ന് മൂങ്ങുകയാണ്. അഖിലേ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു പോയി, എനിക്ക് ഇല്ലാണ്ട് പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കരച്ചിലാണ് ഈ സ്ത്രീ. ഉളുപ്പുണ്ടോ സ്ത്രീയെ? ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെന്ന് ചിന്തിക്കാത്തത് എന്താ? അവർ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളല്ലേ, ഇത്രയും വലിയ പ്രായമുള്ള കുട്ടികളല്ലേ. ആ കുട്ടികൾക്ക് സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഇല്ലേ? അവരുടെ അമ്മ ഇതുപോലെ ഏതോ ഒരുത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ട് അവിടെ നിന്ന് ആട്ടിയിറക്കിയപ്പോൾ, പുഴുത്ത പട്ടിയെ പോലെ ആട്ടിയിറക്കിയപ്പോൾ മോങ്ങിക്കൊണ്ട് നടന്ന് വീഡിയോ ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് തന്നെ അറപ്പ് തോന്നൂല? ആ കുട്ടികൾക്ക് നാണക്കേടല്ലേ? ഇതുപോലും ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഓരോരുത്തരെയും എന്താ പറയുക? ഇന്നത്തെ കാലത്ത് ഇത്രയേറെ വിദ്യാഭ്യാസമുള്ള ഈ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത്രയേറെ അധപ്പതിച്ച് പോകുന്നുവല്ലോ എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തന്നെയാണ് തോന്നുന്നത്. ശരിക്കും പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലിവ് ഇൻ ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ ഭയങ്കര സുന്ദരമായിട്ടൊക്കെ തോന്നും. പക്ഷേ ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ കറിയിലിട്ട കറിവേപ്പിലയാണ്, എടുത്തു കളഞ്ഞാൽ പൊയ്ക്കോളണം, അത്രയേ ഉള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ ഭർത്താവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഉടക്കി പിരിഞ്ഞ് നിൽക്കുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ളപ്പോൾ ആ കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു വായി നോക്കിയുടെ കൂടെ പോയി ജീവിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എന്തൊരു അമ്മയാണ്! നാണമില്ലേ സ്ത്രീയെ?